ഫസ്റ്റ്ലി നോട്ട് പോസിബിൾ, സെക്കൻഡ്ലി നോട്ട് അപ്രോപ്രിയേറ്റ്. ഇറാനു പകരം ലോകകപ്പ് കളിക്കാൻ ഞങ്ങളില്ല, അതൊരു അന്തസ്സുള്ള കാര്യമായി തോന്നുന്നില്ല. ഇറ്റാലിയൻ കായിക മന്ത്രി ആൻഡ്രിയ അബോഡിയുടെ വാക്കുകളാണിത്. ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ച വാക്കുകൾ. പിൻവാതിലിലൂടെ അസൂരികളെ ലോകകപ്പിനെത്തിക്കാനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടി കൂടിയായിട്ടാണ് ഇറ്റാലിയൻ കായിക മന്ത്രിയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട പ്രസ്താവനയല്ല. ഈ നിർദ്ദേശത്തെ ലജ്ജാകരമെന്നാണ് ഇറ്റാലിയൻ സാമ്പത്തിക മന്ത്രി ജിയാൻ കാർലോ ജോർജെറ്റി വിളിച്ചത്. ഇത്തരമൊരു നിർദ്ദേശം തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇറ്റാലിയൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രതികരണം. യോഗ്യതാ പ്ലേ ഓഫിലെ നിർണായക മത്സരത്തിൽ ബോസ്നിയയോട് തോറ്റാണ് ഇറ്റലി പുറത്തായത്. അമേരിക്കൻ ലോകകപ്പിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായി വിലയിരുത്തുന്നതും ഇറ്റലിയുടെ അസാന്നിധ്യമാണ്. 48 ടീമുകളായി എണ്ണം ഉയർത്തിയിട്ടും ഒരുവിധം എല്ലാവരും എത്തിയിട്ടും 4 തവണ ലോക ചാമ്പ്യന്മാരായി ഇറ്റലി ഇടം പിടിക്കാത്തത് ഞെട്ടലോടെയും അതിലേറെ വേദനയോടെയുമാണ് ഫുട്ബോൾ ലോകം കേട്ടത്. ഇറ്റാലിയൻ ഫുട്ബോളിൽ വലിയ ശുദ്ധീകരണ പ്രക്രിയകളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ടും ഇറാൻ്റെ റീപ്ലേസ്മെൻറ്റായി ലോകകപ്പിലേക്കില്ലെന്ന് വ്യക്തമാക്കിയതിലൂടെ യോഗ്യത നേടേണ്ടത് മൈതാനത്ത് വിയർപ്പൊഴുക്കുകയാണെന്ന് കൂടിയാണ് ഇറ്റാലിയൻ അധികൃതർ പറയാതെ പറയുന്നത്. അമേരിക്കയുടെ നിർദ്ദേശം അവരുടെ ധാർമ്മിക പാപ്പരത്വത്തെയാണ് കാണിക്കുന്നതെന്ന് ഇറാൻ എംബസിയും പരിഹസിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിൽ അടുത്ത കാലത്തുണ്ടായ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് ഇറ്റലിയിലെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ ഇറ്റലി അനുമതി നൽകിയിരുന്നില്ല. കൂടാതെ ഇറാൻ യുദ്ധത്തിനെതിരെ സമാധാനത്തിനായി ആഹ്വാനം ചെയ്ത പോപ്പ് ലിയോ 14 ട്രംപ് വിമർശിച്ചിരുന്നു. ഈ വിമർശനം അംഗീകരിക്കാനാകില്ല എന്ന് മെലോണി പരസ്യമായി പ്രതികരിച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചു. ഈ പിരിമുറുക്കം കുറക്കാനും ഇറ്റലിയെ സന്തോഷിപ്പിക്കാനുമാണ് ട്രംപിൻ്റെ പ്രത്യേക ദൂതനായ പൗലോ സംബോളി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നും പറയപ്പെടുന്നു. ഇനി ഈ വിവാദത്തിന് തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കാം. ഇറാൻ്റെ പങ്കാളിത്തത്തെ ചോദ്യം ചെയ്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ആദ്യം രംഗത്തെത്തിയത്. ഏഷ്യൻ ടീമിന് പകരം തുടർച്ചയായ 3 വട്ടം യോഗ്യത നേടാതെ പോയ ഇറ്റലിയെ പരിഗണിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി പൗലോ സംബോളി ഫിഫ പ്രസിഡന്റ് ജിയോനി ഇൻഫാന്റിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അസൂറികളെ അമേരിക്ക ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെൻറ്റിൽ കാണുന്നത് ഒരു ഇറ്റലിക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ സ്വപ്നമാണ്. 4 തവണ ലോക ചാമ്പ്യന്മാരായ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. സാംബോളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രതികരണത്തിന് വലിയ രാഷ്ട്രീയ മാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ട്രംപിൻ്റെ ദൂതൻ നടത്തിയ പ്രതികരണത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ തയ്യാറായിരുന്നില്ല. ഇറാൻ ടീമിനെ നീക്കി പകരം യോഗ്യത നേടാനാകാതെ പോയ ഇറ്റലിയെ കളിപ്പിക്കാനുള്ള ഒരുവിധ പദ്ധതികളും ആലോചനയിൽ ഇല്ലെന്നാണ് ഫിഫ അധികൃതർ വ്യക്തമാക്കിയത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത അറ്റാക്കിനിരയായ ഇറാൻ ലോകകപ്പിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ അമേരിക്ക വധിച്ചതിനാൽ അവിടെ നടക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാനാവില്ലെന്നാണ് ഇറാൻ കായിക മന്ത്രി അഹമ്മദ് ദുന്യാമലി നേരത്തെ പരസ്യമായി പറഞ്ഞത്. എന്നാൽ ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുത്തിരുന്നില്ല. ഇതോടെ ഫിഫയടക്കം ഇറാൻ്റെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ നടന്നുവരുന്ന യുദ്ധ സാഹചര്യത്തിൽ തങ്ങളുടെ വേദി അമേരിക്കയിൽ നിന്നും മാറ്റണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ ടീം അമേരിക്കയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന വിധത്തിൽ ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ വേദി മാറ്റുന്ന കാര്യം ഫിഫ അംഗീകരിച്ചിരുന്നില്ല. ഇതിനിടെയാണ് വിഷയത്തിൽ പുതിയ വിവാദം ഉടലെടുത്തത്. ലോകകപ്പിൽ ബെൽജിയം, ന്യൂസിലാൻഡ്, ഈജിപ്ത് എന്നിവർ ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ഇറാൻ്റെ സ്ഥാനം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലും സിയാറ്റിലുമാണ് അവരുടെ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ജൂൺ 15 ലോസ് ഏഞ്ചൽസിൽ ന്യൂസിലാൻഡിനെതിരെയാണ് ഇറാൻ്റെ ആദ്യ മത്സരം. ഒരു ടീം പിന്മാറുകയാണെങ്കിൽ പകരമുള്ള ടീമിനെ തീരുമാനിക്കാനുള്ള വിവേചനാധികാരം ഫിഫക്കുണ്ട്. എന്നാൽ സാധാരണയായി അതേ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മറ്റൊരു ടീമിനെയാണ് പരിഗണിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്നുള്ള മറ്റൊരു ടീമിനായിരിക്കും നറുക്ക്. ഇതോടെ നിലവിൽ ഉയർന്ന റാങ്കിലുള്ള UAEക്കാണ് ഇറാൻ ലോകകപ്പ് ബഹിഷ്കരിച്ചാൽ ചാൻസ് കിട്ടുക. കടുകട്ടിയ യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ പുറത്താകുന്ന പ്രധാന ടീമിലെ ഈ വിധത്തിൽ ലോകകപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും ടൂർണമെൻറ്റ് അടുത്തിരിക്കെ ഇറാൻ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ അമേരിക്ക പ്രശ്നങ്ങൾക്ക് പുറമെ നിരവധി പ്രതിസന്ധികളാണ് അമേരിക്കൻ ലോകകപ്പ് നേരിടുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലെ അമേരിക്കയിലെ കടുത്ത വേനലിലാണ് ലോകകപ്പ് എന്നത് താരങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചൂടിനെ പ്രതിരോധിക്കാൻ ഇരു പകുതികളിലുമായി 4 ഹൈഡ്രേഷൻ ബ്രേക്കുകളാണ് ഫിഫ പ്ലാൻ ചെയ്യുന്നത്. 3 മിനിറ്റ് വീതമുള്ള ഇടവേള കളിയുടെ സ്വാഭാവിക ഫ്ലോയെ തടസ്സപ്പെടുത്തുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പോയ ഫിഫ ക്ലബ് ലോകകപ്പിലടക്കം കടുത്ത ചൂട് വലിയ തോതിൽ കളിക്കാരെ വലച്ചിരുന്നു. ഇതോടൊപ്പം US വിസ ലഭിക്കുന്നതിലെ നൂലാമാലകളും മത്സരം വീക്ഷിക്കാൻ എത്തുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള വിസ വിലക്കും തിരിച്ചടിയായി നിലനിൽക്കുന്നുണ്ട്.
ഖത്തർ ലോകകപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കൻ മേലയുടെ ടിക്കറ്റ് നിരക്കും കുത്തനെ വർദ്ധിച്ചതാണ്. മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോളടക്കമുള്ള പ്രമുഖർ ഉയർന്ന ടിക്കറ്റ് നിരക്കിനെതിരെ ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ലോകകപ്പ് അടുത്തുകൊണ്ടിരിക്കെ വിവാദങ്ങളും അരങ്ങ് തകർക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ അവസാന നിമിഷം ലോകകപ്പിൽ നിന്ന് ഇറാൻ പിന്മാറുമോ, അതോ മറിച്ചൊരു തീരുമാനമുണ്ടാകുമോ? കൂടുതൽ ലോകകപ്പ് അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.